ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ നാളായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അത് ഒടുവിൽ ഇപ്പോൾ സാധിച്ചു. അപ്പോൾ ഇന്ന് ഒരു പുതിയ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെല്ലാവരും പരിചയപ്പെടുന്നതിൽ സന്തോഷം. അപ്പോൾ ചാനൽ തുടങ്ങി, പക്ഷേ ഇതിൽ ഏതാ വീഡിയോസ് ഇടുക? അങ്ങനെ ആലോചിക്കുമ്പോഴൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന നമ്മളെ യാത്രയുടെ വീഡിയോവും പിന്നെ വൈൽഡ് ലൈഫുടെ വീഡിയോവും പിന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ പോവില്ലേ, അപ്പോൾ എല്ലാവിധ വീഡിയോസും നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെ ഒരു കൊടും കാട്ടിലുള്ള ഒരു ഗ്രാമത്തേക്ക് പോയാലോ. ഞാൻ മോസ്റ്റ് ഓഫ് ബൈക്കിൽ ഇങ്ങനത്തെ ഗ്രാമങ്ങളിലാട്ടോ പോവാറ്. അങ്ങനെ ഇതുവരെ ആരും പോകാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണം എന്നാണല്ലോ ഓരോരോ റൈഡേഴ്സിൻ്റെ അവകാശം. പക്ഷെ പോയ അതേപോലെ തിരിച്ചും വരണം കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ നാടുകാണിയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ പോകുന്നത് തേവൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഉൾഗ്രാമത്താട്ടോ. ഈ ഗ്രാമമുള്ളത് ഒരു കൊടും കാട്ടിലാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് അനിമൽ സൈറ്റിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. വിചാരിക്കുന്ന പോലെ സാധാ മൃഗങ്ങളല്ല കേട്ടോ. കാട്ടാനകളും പുലിയും കടുവയും കരടിയും പിന്നെ കാട്ടുപശുക്കളൊക്കെ ആയിട്ട് ഒരുപാട് ഡേഞ്ചറസ് അനിമൽസ് ഉള്ള സ്ഥലം കേട്ടോ ഈ തേവൻ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ പോകാൻ മെയിൻ കാരണം കൂടി ഉണ്ട്. 2 ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ഇവിടെ ഒരു 3-4 ദിവസമായിട്ട് ഒരു കാട്ടാനകളുടെ ഗ്രൂപ്പ് തന്നെ ഉണ്ട്, നീ വന്ന് നോക്കുന്നോ, ഷൂട്ട് ചെയ്യാൻ പറ്റും, നീ വാ എന്ന് പറഞ്ഞു എന്നെ വിളിച്ച്. അപ്പം തന്നെ ഞാനും എൻ്റെ അനിയനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് 3 പേര് 2 ബൈക്കിലാണ്ട് ഇറങ്ങി. ഈ തേവൻ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം ചില പേർക്ക് അറിയാൻ സാധ്യത ഉണ്ട് കേട്ടോ. കാരണം ഒരു 2 കൊല്ലം മുന്നേ ആ പ്രദേശത്ത് ഒരു ടൈഗർ ഒരാളെയും ഒരു 4-5 പശുക്കളെയും കൊന്നിട്ട സ്ഥലമാണ് ഈ തേവൻ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം. ഇങ്ങോട്ടേക്ക് ബൈക്കിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഓൺ റിസ്കിൽ നമുക്ക് പോകാം, പക്ഷേ ഫുൾ ആൻഡ് ഫുൾ റിസ്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തേവൻ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തേവൻ എസ്റ്റേറ്റ് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പോകണം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവിടുത്തെ റോഡുകൾ. നിങ്ങൾ ബാക്കിൽ വരുന്ന വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. ഫുള്ളായിട്ട് വീഡിയോസ് ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. കാരണം ഒരു ഓട്ടോറിക്ഷ ഒരു ബൈക്കോ പോകുന്ന വീതിയേ ഉള്ളൂ ഇവിടുത്തെ റോഡുകളൊക്കെ. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന മെയിൻ റോഡാട്ടോ. അപ്പോൾ നമ്മളിതാ ഗൂഡല്ലൂർ അങ്ങാടിയൊക്കെ കഴിഞ്ഞ് സുൽത്താൻ ബത്തേരി പോകുന്ന വഴിയിലുള്ള ഒരു തമിഴ്നാട് ഗ്രാമനാട്ടോ ഈ തേവൻ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഡല്ലൂർ അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ 12 കിലോമീറ്ററാണ്. ഞാൻ എന്തിനാണെന്നറിയാം വണ്ടി ഇത്രയും സ്ലോ ആക്കി ഓടിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റോഡ് വളരെ വീതി കുറവാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആനയോ പുലിയോ വല്ല റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ റോഡിൽ തന്നെ കടുവകളൊക്കെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ. അപ്പം ഞാൻ ഈ മല്ലിക്കട്ടി പോണത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്നാലും പേടിയില്ലെന്ന് വെച്ചാൽ നല്ല പേടിയുണ്ട് കേട്ടോ. പണ്ടാറടങ്ങ വല്ല ആന സൈഡ് കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നെഞ്ചത്തെ ചവിട്ടെന്ന് വിചാരിച്ചിട്ടേ. പക്ഷെ അങ്ങനത്തെ ഒരു പേടിയുണ്ടെങ്കിലും ഇത് നമുക്ക് ഒരു ദിവസത്തെ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് അല്ലേ. പക്ഷേ ഈ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ഗ്രാമ മക്കൾ ഇവർ ഡെയിലി ഇതിൽ വന്നിട്ടും പോയിട്ടാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഈ ഒരു ദിവസം പേടിയുണ്ട് അങ്ങനെ എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർ ഡെയിലി എങ്ങനെ പേടിച്ചിട്ടാണ് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ. സോ വല്ലാത്തൊരു സംഭവം തന്നെ. എൻ്റെ അമ്മോ, ഞാനിതാ ഈ ഇറങ്ങിയിട്ട് ഇത് കൂടെ ഇങ്ങനെ നടക്കണത് നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഇതാ എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മലയിൽ ഇതാ ഒരു ടാസ്കറോ ഒരു കൊമ്പനാന. ഞാൻ പറഞ്ഞില്ലേ ഈ തേവൻ എസ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അനിമലിൽ നമ്മൾ സൈറ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ വന്നിട്ട് ഒരു മണിക്കൂർ മുമ്പ് കടുവ ക്രോസ് ആയി എന്നിട്ടോ പറഞ്ഞ്. ഇത് ഒരു ഇടൻ ഒരു ആരും മറയപ്പെടാത്ത ഒരു കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ ഈ തേവൻ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് ഇവിടെ വരുന്നത് അത്ര എളുപ്പകാരമെന്ന് വെച്ചാൽ എളുപ്പകാരമൊന്നുമല്ല. ഭാഗ്യത്തിന് കാട്ടാന ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റുള്ള മലയിലായതുകൊണ്ടാണ്. ഈ കാട്ടാന നമ്മൾ വരുന്ന ഈ വഴിയിലും നിൽക്കും. നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റൂട്ടിൽ ഫുള്ളും ആനപ്പിണ്ടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ റൂട്ടിൽ വരുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ കാട്ടാന ദൃശ്യത്തേക്ക് പോയാലോ. കണ്ടില്ല നിങ്ങൾ, അവനൊരു മൈനനെ പോലും വിടുന്നില്ല. ഈ ആള് കാണുന്ന പോലെ തന്നെ മഹാപേശക്കടവം. ഈ നാട്ടുകാരൊക്കെ പിന്നെ പറയുന്നത് ഇപ്പം പെരും ശല്യാണെന്നാണ്. കാരണം ആരെ കണ്ടാലും വിടുന്നില്ല. നിങ്ങളിപ്പോ കുറച്ചു നേരം കണ്ടില്ലേ, 2 മൈനനെ പോലും വിടുന്നില്ല. അവന്റെ നെഗന്റെ സൈസും പോലും എല്ലാ മൈനാണ്. അവരെന്നെ അവൻ വിടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പിന്നെ മുന്നേ പോയിക്കണം. നമ്മളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആളെപ്പോഴും നമ്മളിപ്പോ ഈ വന്ന വഴിയിലാണ് അത്ര നിൽക്കാറ്, ഈ റോട്ടിൽ തന്നെ. പക്ഷെ എന്ത് ഭാഗ്യമാണെന്ന് അറിയില്ല, അവൻ നേരെ എൻ്റെ ഓപ്പോസിറ്റ് മലയിൽ കയറിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഇവനെ നല്ല ഭംഗിയിൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിട്ടോ. പക്ഷെ നല്ല ദൂരത്തായത് കൊണ്ടാണ് ഇത്രയെങ്കിലും വിഷ്വൽ കിട്ടിയത്. ഞാൻ വിചാരിച്ച നല്ല നല്ല പോസൊക്കെ തരുന്നതാണ്. പക്ഷെ അവൻ വാലും പൊക്കി നല്ല അവൻ തരുന്ന പോസ് ഉണ്ടില്ലേ പിണ്ടങ്ങനെ ഇടുന്നത്. പക്ഷെ ആള് നല്ല ജയ്ജാട്ടിക്കാ, അടിപൊളിയാ, കാണാൻ നല്ല ലുക്കുണ്ട്. പക്ഷെ ആളുടെ ലുക്ക് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കൊമ്പും നല്ല തലയെടുപ്പുള്ള ഒരു അടിപൊളി ആന. ഒരാളല്ല കേട്ടോ, 3 ആൾക്കാരുണ്ടേ.
അപ്പൊ രണ്ടാളും അങ്ങേ ഭാഗത്താണെന്നാ പറഞ്ഞത്. ഇയാൾ മാത്രമാണ് ഈ റോട്ടിൽ കൂടെ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചാടി ഇറങ്ങി കളിക്കണമെന്നാട്ടോ നാട്ടുകാർ പറയണത്. അപ്പൊ ഇത്രയും കൂടി മര്യാദയ്ക്ക് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അവന്റെ അടുത്തേക്ക് ലേശം നടന്നു വന്നതാ. അപ്പൊ അവൻ കാണിച്ചു തരുന്ന പോസ് ഉണ്ടില്ലേ, അവന്റെ മൂട കാണിച്ചു തരുന്നത്. അവൻ ഈ നാട്ടിൽ മഹാപെശക്കായിരിക്കും, പക്ഷെ ഞാൻ അതിലും വലിയ പെശക്കാ. അവൻ തിരിച്ചു വന്നാൽ ഞാൻ അതേപോലെ ഓടും. അപ്പോൾ ഫ്രണ്ട്സ്, കാട്ടാൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോണത് മസനഗുഡിക്കാട്ടോ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ അല്ലേ. അപ്പോൾ അതേപോലെ ഇന്ന് മസനഗുഡി പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ കിട്ടിയത്. അപ്പം ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു വന്നതുപോലെ കടുവയുടെ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് കേട്ടോ നമ്മൾ നേരെ പോകുന്നത്. നമ്മൾ വരുന്നതിന് ഒരു മണിക്കൂർ മുന്നെയാണ് സംഭവം നടന്നിട്ടുള്ളത്. സംഗതി നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കൂട്ടം മാനുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടുപോകുമ്പോൾ വണ്ടികളൊക്കെ നിർത്തിയപ്പോൾ ഒരുപാട് നേരം ട്രാഫിക്കാണ് ഈ സ്ഥലം. അപ്പോൾ എന്താ നോക്കുമ്പോൾ കുറച്ച് നേരം മുമ്പ്, അതായത് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ഈ റോട്ടിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കടുവ ഈ റോട്ടിൽ ഒരു മാനിനെ അറ്റാക്ക് ചെയ്ത് വലിച്ചു കൊണ്ടുപോയിട്ട് ഒരു കാട്ടിൽ വെച്ച് കഴിച്ചിട്ട് കടുവ നീച്ചു പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന നേരത്ത് കഴുകന്മാർ ഫുള്ളും ആ മാനിനെ കഴിക്കുന്നതാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പറ്റിയത് കേട്ടോ. ഈ മസനഗുഡി വഴി പോകുന്ന വല്ലാത്തൊരു എക്സ്പീരിയൻസ് വെറുതെ അല്ല പറഞ്ഞത്, ഒരു രക്ഷയില്ല കേട്ടോ. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാഴ്ച കണ്ടത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഒരു കില്ലിങ് ഞാൻ കാണുന്നത്. നമ്മൾ ചാനലിൻ്റെ ഒരു ഐശ്വര്യ എന്തല്ലേ. അപ്പോൾ നേരെ മുന്നിൽ കാണുന്നത് കണ്ടത് നിങ്ങൾ, കഴുകന്മാരൊക്കെ നല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ മാനിനെ കേട്ടോ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ കടുവ നീച്ച് പോയിട്ടുണ്ട്, അതിന് ശേഷമാണ് ഈ കഴുകന്മാർ അവിടെ നിന്നിട്ട് ആ ഇര ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മണിക്കൂർ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ടൈഗർ റോട്ടിൽ കില്ല് ചെയ്യുന്നത് വരെ നമുക്ക് കാണാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ കടുവ നീച്ച് പോയിട്ടുണ്ട് കേട്ടോ കഴിച്ചിട്ട്. പിന്നെ അവിടെ ആൾക്കൂട്ടങ്ങൾ വല്ലാതെ വരുന്നതുകൊണ്ടാണ് വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ എടുത്തത് കേട്ടോ. ഫുൾ ട്രാഫിക് ആയിപ്പോയി, അതുകൊണ്ട് ആണ് ഇവിടെ വണ്ടി നിർത്തിയത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വണ്ടി നിർത്താൻ പെർമിഷൻ ഇല്ല. ഇവിടെ ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ ഉണ്ടായിരുന്നു, അവർ ട്രാഫിക് ക്ലിയർ ആയി ഉണ്ടായിരുന്നു. കാരണം ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിന്ന് എടുത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താൻ യാതൊരു പെർമിഷനും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയ അടിപൊളി വിഷ്വൽസ് എന്താണെന്ന് അറിയാം നിങ്ങൾ, നമ്മൾ ഇനി നേരെ പോകുന്നത് മോയാർക്കാണ്. അപ്പോൾ മോയാർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒറ്റ ഒരു ഫ്രെയിമിൽ നമുക്ക് കിട്ടിയ അനിമൽസ് എന്തൊക്കെയാണെന്ന് അറിയോ? കാട്ടുപന്നികൾ, മയിലുകൾ, മ്ലാവ്, മാന്, കാട്ടികൾ, ഇതൊക്കെ ഒറ്റ ഫ്രെയിമിലായിട്ട് നമുക്ക് കിട്ടി. ഇവരൊക്കെ ഒരു ഗ്രൗണ്ടിൽ കടക്കുകയാണ്. ചില അനിമൽസൊക്കെ കഴിക്കുന്നുണ്ട്, മാനുകൾ കഴിക്കുന്നുണ്ട്, ചില അനിമൽസ് കടക്കുന്നുണ്ട്. ഇതെല്ലാവരും ഒറ്റ ഗ്രൗണ്ടിൽ എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന പോലെ ഒരു ദൃശ്യമായിട്ടോ എനിക്ക് കിട്ടിയത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഒരേ ഫ്രെയിമിൽ ഇത്രയും അനിമൽസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി വിഷ്വലാട്ടോ അത് ബാക്കിൽ വരുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തായാലും കാണുന്നത്. സോറി കേട്ടോ, വീഡിയോ എടുത്തത് ഫുൾ എൻ്റെ ചേച്ചിയാണ്, എൻ്റെ അനിയൻ വണ്ടിയാണ് ഓടിക്കുന്നത്. ഇനി അതിനടി ഉണ്ടാക്കുക ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടി നിർത്തി എല്ലാവരും ഒരു കാഴ്ച കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇതാണ് കേട്ടോ. ആ മരത്തിൽ നിങ്ങൾ കൂർത്തിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണും. അത് കണ്ടില്ലേ, അത് മാങ്ങയൊന്നല്ല കേട്ടോ, ലങ്കൂറുകളാണത്, കുരങ്ങന്മാർ. അത് അങ്ങനെ ഇരിക്കും ഈ മസനഗുഡി കാട്ടിൽ. ഒരു കൂട്ടം ലങ്കൂറായിട്ടോ ഇരുന്നത്. ആദ്യം അവർ റോട്ടിലായിരുന്നു, പിന്നെ നമ്മൾ വരുന്നത് കണ്ടപ്പോൾ പിന്നെ അവർ നേരെ ഉള്ളിലേക്ക് കയറിപ്പോയി. നിങ്ങൾ ഈ കാഴ്ച കണ്ടോ? ഇവിടെ കണ്ടോ ഒരു ചെറിയൊരു അമ്പലം. പക്ഷെ ആ അമ്പലമല്ല കേട്ടോ കാഴ്ച, ആ അമ്പലത്തിൻ്റെ നേരെ ബാക്കിൽ കണ്ടോ ഒരു ആനയെന്ന് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് കണ്ടപ്പോൾ. പിന്നീട് മനസ്സിലായത് ഒരു മ്ലാവാണെന്ന്. പക്ഷെ ഒരു ഒന്നൊന്നര മ്ലാവ് ആയിരുന്നു കേട്ടോ, അതിൻ്റെ കൊമ്പും സൈസൊക്കെ. ആളിച്ചിരി കാട്ടിൻ്റെ ഉള്ളിലായത് കൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാഞ്ഞേ. പക്ഷെ ആൾ ഒന്നൊന്നര വലുപ്പമായിരുന്നു. ഞങ്ങൾ അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷ്വലില്ലേ, ഇതാണ് കേട്ടോ അത് കണ്ടില്ലേ, മയിലും മാനും കാട്ടിയും പന്നിയും മ്ലാവും ഒക്കെ ഒരേ ഫ്രെയിമിൽ. ഇത് കണ്ടില്ല നിങ്ങളൊരു കാഴ്ച? ചില ആൾക്കാർ അവിടെയൊക്കെ കടന്നുറങ്ങുന്നുണ്ട്, കാട്ടികളുടെ കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ ഒരു പന്നിക്കൂട്ടത് അതിൻ്റെ പുറകിൽ, അതിൻ്റെ ബാക്കിൽ മയിലും, ഇങ്ങേ ഭാഗത്ത് മാന്, അതിൻ്റെ കുറച്ചും കൂടെ ഉള്ളിൽ മ്ലാവുകളും. ഇവരൊക്കെ എല്ലാവരും ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുക. നമ്മൾ മെയിൻ്റെ പോലും ചെയ്യുന്നില്ല, അവർ ഭയങ്കര ഡീറ്റെയിൽ ആയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇത്രയും ഭംഗിയുള്ള ഒരു ഫ്രെയിം എനിക്ക് കിട്ടുന്നത്. അടിപൊളി ട്രീറ്റ് ചെയ്യുന്നത്. വെറുതെ അല്ല ഈ കടുവകൾ റോഡിലിട്ട് മാനുകളെ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് കണ്ടില്ല നിങ്ങൾ, ഒരു കൂട്ടം മാനുകൾ ഫുള്ളും ഈ മനുഷ്യന്മാരുള്ള സ്ഥലത്ത് കൂടുതൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ കടുവയ്ക്കും വേറെ നിവൃത്തില്ലല്ലോ, ആഹാരം കിട്ടണമെങ്കിൽ റോട്ടിക്ക് തന്നെ ഇറങ്ങി വരണ്ടേ. അതുകൊണ്ട് കടുവയും റോട്ടിക്ക് ഇറങ്ങി വന്ന് ഇതിത്തെ ഒരാളാണ് ഇന്ന് അയാൾ ഭക്ഷിച്ചിട്ടുള്ളത്. പക്ഷെ ആ ദൃശ്യം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ. അത് കാടിന്റെ നിയമമാണ് കേട്ടോ, അത് നമ്മളൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കൂട്ടം മാനുകളാട്ടോ. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ മാനുകളോടും പിന്നെ ഫുള്ള് ട്രാഫിക്കായി ഞങ്ങൾ റോഡുകളൊക്കെ. വണ്ടികളൊന്നും പോകാൻ പറ്റാതെ ഈ മാനുകൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം നിന്നു. അപ്പൊ മാനിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ കാട്ടികൾ നമ്മൾ അവിടെ നിന്ന് പാളി നോക്കണം. ആരെന്ന് മനസ്സിലായില്ല, കാട്ടികളെ ഒരു കൂട്ടം കാട്ടി പിന്നെയും കിട്ടിട്ടോ. ഇന്ന് ഫുള്ള് നല്ല സൈറ്റിങ് കേട്ടോ, ഒരു അടിപൊളി യാത്രയാണ് ഇന്നത്തെ യാത്ര. അവിടെ കണ്ടില്ലേ നിങ്ങൾ, നമ്മൾ എത്തിച്ചിങ്ങനെ നോക്കണത്
എന്ത് പാടി നോക്കലേട്ടാ നീ? ഒന്നുമില്ലെങ്കിലും അതൊരു ആനല്ലേ, ആ ആനക്കുള്ള മര്യാദയെങ്കിലും കൊടുക്കണ്ടേ? അയാൾ ശരിക്കും പറയുന്നുണ്ട് ഒന്നൊന്ന് മാറി നടക്കുമെന്ന്. പാട്ടെ, ഒരു ചവിട്ട് കിട്ടിയാലേ ഇതൊക്കെ പഠിക്കുള്ളൂ ചില ആൾക്കാർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോയുടെ പാർട്ട് 2 കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. നേരെ സന്ധ്യ ആയില്ലേ. സന്ധ്യ ആയ നേരത്ത് നല്ല മഴയും കോടയായിരുന്നു കേട്ടോ നമ്മുടെ നാടുകാണി ചുരത്തിൽ. തിരിച്ചു വരുമ്പോൾ കണ്ടില്ല നിങ്ങൾ? എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കോടയും മഴയായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറക്കാണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.